നമ്മൾ ദുആ ചെയ്താൽ കേൾക്കാൻ കഴിയൂല. ദുആ കേൾക്കൂല എന്നാൽ നമ്മളെ സംസാരം കേൾക്കും. ഏത് റഖീബേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഈ പറച്ചലിലെ ദുആ കേൾക്കൂല, എന്നാൽ സംസാരം കേൾക്കും. കേട്ടോളൂ നിങ്ങൾ, അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ ഈ മറുപടി കേൾക്കി, നിങ്ങൾ ശ്രദ്ധിക്കും. അതായത് ഇപ്പൊ മൗലവി പറഞ്ഞതാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏത് വാക്കുച്ചരിച്ചാലും റഖീബും അതീദും കേൾക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ റഖീബ് അതീദിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ നമുക്ക് ഓതാനുള്ള ആയത്ത് ഏതാ? ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. പറയാം, പറഞ്ഞല്ലോ. അല്ല, ഇവിടെ അത് തർക്കമില്ല, അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. അത് ശിർക്ക് തന്നെയാണ്, സംശയമേ ഇല്ല. കാരണം അതല്ല ശിർക്കല്ല പറഞ്ഞത്. അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. എത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്ക്. അതാ പറഞ്ഞത്. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. കേട്ടോ, റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ എന്ത് കേൾക്കൂല? ദുആ കേൾക്കൂല. റഖീബേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഈ സംസാരം റഖീബ് കേൾക്കും, എന്നാലോ ദുആ കേൾക്കുകയില്ല. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. റഖീബ് അതീദ് എന്ന് ഞാൻ വിളിച്ചാൽ റഖീബ് കേൾക്കൂല. ഞാൻ ഇപ്പൊ വിളിക്കാണ്, റഖീബ് അതീദ് എന്ന് വിളിച്ചാൽ കേൾക്കൂല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് വിളിച്ചാൽ കേൾക്കൂല, ദുആ കേൾക്കൂല, സംസാരം കേൾക്കുള്ളൂ. അതെ, അതാണ് വ്യത്യാസം. ആ ദുആ അല്ലാത്ത വിളി ഏതാണ്? ദുആത്തെ വിളിയില്ലേ? ഏതാണ്? കാരണം വിളി കേട്ടല്ലോ. അതാ ഞാൻ ആദ്യത്തിൽ ചോദിച്ചത്. അതിനുള്ള നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത് തന്നെ, എല്ലാ വിളിയും ഇപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ, ശിർക്കാകുന്ന വിളിയുണ്ട്, ശിർക്കല്ലാത്ത വിളിയുണ്ട്. നിങ്ങളും പറയുന്നതാണ്. ഇപ്പൊ നിങ്ങളോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതില് സഹായത്തേട്ടത്തില് ശിർക്കാകുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അല്ല, അതല്ല പറഞ്ഞു. പക്ഷെ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ. അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. റഖീബും അതീദും നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ ഇപ്പൊ റഖീബ് അതീദ് പ്രാർത്ഥിച്ചു, കേൾക്കൂല. കേൾക്കൂല, അവർ കേട്ടിട്ടില്ല. ഇല്ല, ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. പ്രാർത്ഥന കേൾക്കാൻ വിളിച്ചാൽ ഇദ്ദേഹമാണ് ഈ വിഭാഗത്തിന്റെ വലിയ സൈദ്ധാന്തികൻ. എങ്ങനെ ഉണ്ടാവും ഈ ഗ്രൂപ്പ്? എവിടെ എത്തും? റഖീബ് എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റഖീബ് എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്, തിരുത്തണം എന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. കാരണം ദുആ കേൾക്കാൻ അല്ലാഹ്ക്കേ കഴിയുള്ളൂ. ആ ഖുർആനിൽ കേൾക്കും, കേൾക്കൂല. പക്ഷെ ഉത്തരം മാത്രമല്ല അല്ലാഹ് പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അല്ലാഹ് പറഞ്ഞത് അതിനാണ് പണ്ട് കേട്ടാൽ തന്നെ അവരെന്ത് ചെയ്യൂല, ഉത്തരം ചെയ്യൂല. അപ്പൊ റഖീബിനെ അനത്തിയതിനും വിളിച്ചാൽ കേൾക്കും, പക്ഷെ എനിക്കും ഒരു ഉത്തരം ചെയ്യൂല, ഇതിന്റെ റെക്കോർഡിന് തിരുത്തൂല. അതാണ് അവര് എന്ത് ചെയ്യില്ല, കേട്ടാലും മസ്തജാബുലക്കും. അപ്പൊ മാത്രമല്ല പരലോകത്ത് അവർ നിഷേധിക്കും ചെയ്യും. അവര് പറയും, ഞങ്ങളാരെ മലക്കുകൾ പറയും, ഞങ്ങളല്ല വിളിച്ചത്, ജിന്നുകളാണ് വിളിച്ചത്. അപ്പൊ അത് പ്രകാരം ചില സമയത്തെങ്കിലും ദുആ കേൾക്കും എന്നാണോ അർത്ഥം? ദുആ കേൾക്കുന്നോ? ഇന്നതില്ല, അത് ഏറ്റവും വലിയ അപകടം. ഇന്നാലില്ല അല്ലെ, ഇന്നാലില്ല. ഇനി ഇത് അംഗീകരിക്കുന്ന വേറെ പ്രസംഗമുണ്ട്. പ്രാർത്ഥന കേൾക്കുമെന്ന് അംഗീകരിക്കുന്ന വേറെ പ്രസംഗമുണ്ട്. ഈ ഇടവണ്ണടുത്ത് വെച്ച് സാലിഷുമായി നടത്തിയ ഒരു സംവാദം നിങ്ങൾ എല്ലാവരും അതിന്റെ സീഡ് കേട്ടിരിക്കും. അതിന്റെ അവസാനത്തിൽ ഒരാൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നതിൽ ഈ മുസ്ലിം പറയുന്ന കേട്ടോളി. മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാണ് പ്രത്യക്ഷപ്പെടുക, മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് മലക്കുകളെയും അവരെ ആരാധിച്ചവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഇവർ ആരാധിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? അവർ ജിന്നുകളെയാണ് ആരാധിച്ചിരുന്നത്. കണ്ടോ? ഏത് മലക്കിനെ ആരാധിച്ചിരുന്ന ആളുകൾ മുമ്പിൽ ആരാ പ്രത്യക്ഷപ്പെടുക? ജിന്നുകളായിരിക്കും പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് മലക്കുകൾ പരലോകത്ത് പറയും, അല്ലാഹുവേ, അവർ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്, കാനൂ യഅ്ബുദൂനൽ ജിന്ന. ആയത്ത് ശ്രദ്ധിച്ചോളി. കാനൂ യഅ്ബുദൂനൽ ജിന്ന, ജിന്നിനെയാണ് അവർ ഇബാദത്ത് ചെയ്തിരുന്നത്. ഇബാദത്ത് ചെയ്യുമ്പോ അതിൽ പ്രാർത്ഥന ഉണ്ടാവുമോ? ഇല്ലേ? ഇബാദത്ത് ചെയ്യുമ്പോ അതിൽ പ്രാർത്ഥന ഉണ്ടാവുമോ?
ഉണ്ടാകും. ഇനി അദ്ദേഹം പറയുന്നത് കേട്ടോളി. നിങ്ങൾ ഇവർ ആരാധിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, അവർ ജിന്നുകളെയാണ് ആരാധിച്ചിരുന്നത്. കാരണം എന്താ? മലക്കേന്ന് വിളിച്ചു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മലക്കല്ല, ജിന്നായിരുന്നു, ശൈത്താനായിരുന്നു. കേട്ടോ, മലക്കേ എന്ന് വിളിച്ചു, മുമ്പിൽ കേട്ടതാരാണ്? ജിന്ന്. അപ്പൊ മലക്കിനെ വിളിച്ചാൽ ആര് കേൾക്കും? ജിന്ന് കേൾക്കും. എന്നിട്ട് മലക്കായിക്കൊണ്ട് മുമ്പിൽ വരികയും അതിന് ഉത്തരം ചെയ്യുകയും. കേട്ടോളി, കാരണം ശൈത്താൻ നോക്കിയെടുക്ക അല്ലല്ലത്തോന്ന് വിളിച്ചു കിട്ടുമോ നോക്കിയിട്ട്. മലക്കേന്ന് വിളിച്ചു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മലക്കല്ല, ജിന്നായിരുന്നു, ശൈത്താനായിരുന്നു. കാരണം ശൈത്താൻ നോക്കിയെടുക്ക അല്ലല്ലത്തോന്ന് വിളിച്ചു കിട്ടുമോ നോക്കിയിട്ട്. അപ്പൊ വിളിച്ച് കേൾക്കാൻ മാത്രല്ല ഉത്തരവും ചെയ്തു. ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും എന്നാ പടച്ചോൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ അവരോട് വിളിച്ചാൽ അവർ വിളി കേൾക്കുകയില്ല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയുമില്ല എന്ന് അള്ളാഹു പറഞ്ഞപ്പോ നേരത്തെ അദ്ദേഹം ഈ ആയത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ജിന്നിനും മലക്കിനൊന്നും ദുആ കേൾക്കാൻ കഴിയൂല എന്ന് പറഞ്ഞത്. അതേ ആയത്ത് തന്നെയാണ് മലക്കിനെ വിളിച്ചാൽ ജിന്ന് കേൾക്കുമെന്ന് മാത്രല്ല, ആ വിളിക്കെന്ത് ചെയ്യും? ഉത്തരം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് മുമ്പിൽ ഹാജരാകും. റബ്ബല്ലാത്തവരോടുള്ള ഒരു വിളി ഇവന്റെ വായിന്ന് വീണ് കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നടക്കാൻ പറ്റുമോ?